നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ ഏറ്റവും അധികം സന്തോഷിച്ചത് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതു മന്ത്രിസഭ തോറ്റമ്പിയപ്പോഴാണ്. പകരം ഏത് കുട്ടിച്ചാത്താൻ വന്നാലും കുഴപ്പമില്ല, പിണറായിയും അദ്ദേഹത്തിൻ്റെ ക്രോണികളും ഇറങ്ങിപ്പോവണമെന്ന് കേരളം ഏകപക്ഷീയമായി ഏകകണ്ഠമായി പറഞ്ഞ ദിവസമായിരുന്നത്. എന്നാൽ ആ സന്തോഷം പൂർത്തിയാവുന്നത്, അതിനേക്കാൾ ഒരുപക്ഷെ ആഹ്ലാദമുണ്ടാവുന്നത് ഇന്നായിരിക്കും. ഇന്ന് രാവിലെ മലയാളികൾ കണ്ണു ചിമ്മി എണീൽക്കുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ വാർത്ത സാക്ഷാൽ പിണറായി വിജയൻ്റെ വീട് വളഞ്ഞിരിക്കുന്ന കേന്ദ്രസേനയെക്കുറിച്ചാണ്. നമുക്കറിയില്ല വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ വീടിനു ചുറ്റും കേന്ദ്രസേനകൾ വലിയ യന്ത്രത്തോക്കേന്തി നിൽക്കുന്ന, പാറാവ് നിൽക്കുകയല്ല, യന്ത്രത്തോക്കേന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ചിത്രങ്ങൾ, അതും സ്ത്രീകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ. അവർ ആ വീടിനു ചുറ്റും വീട് വളഞ്ഞു നിൽക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഏതു മലയാളിയാണ് ഇത്തരമൊരു ദൃശ്യം ആഗ്രഹിക്കാത്തത്? പിണറായിക്ക് ചുറ്റിനും ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലിൽ, അവരുടെ സംരക്ഷണയിൽ അഹങ്കാരത്തോടെ നടന്നു നീങ്ങുന്ന പിണറായിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ പിണറായിയുടെ വീടിനു ചുറ്റും യന്ത്രത്തോക്കേന്തി ഘടാഘടിയന്മാരായ പട്ടാളക്കാർ നിൽക്കുന്നു. നമ്മൾ ഇതിനു മുൻപ് ഇതേ കാഴ്ച, ഇതേ യൂണിഫോമിലുള്ള ഈ കാഴ്ച നമ്മൾ കണ്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട് വളഞ്ഞപ്പോഴാണ്. യന്ത്രത്തോക്കുകളുമായി അവരുടെ വീടിനു ചുറ്റും ഇങ്ങനെ നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പോലും സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ ആ റെയ്ഡ് പൂർത്തിയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി വിമാനത്തിൽ കൊണ്ടുപോയതിനു ശേഷമാണ് നാട്ടുകാരുടെ വിവരമറിഞ്ഞത്. എന്നാൽ ഇന്ന് അല്പം കൂടി വൈകി രാവിലെ 5 മണിയോടെയാണ് പിണറായിയുടെ വസതിയിലും പിണറായിയുടെ മരുമകന്റെ വസതിയിലും അടക്കം കേന്ദ്രസേന എത്തിയത്. ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ പിണറായി പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലോ AKG സെന്ററിന്റെ ഭാഗമായി പാർട്ടി ഒരുക്കിക്കൊടുത്ത ഫ്ളാറ്റിലോ ആഡംബരം കുറവായതുകൊണ്ട് ഏതാണ്ട് 5000-ലധികം സ്ക്വയർ ഫീറ്റുള്ള തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഒരു വാടക വീട്ടിലേക്ക് മാറിയത് നമ്മളൊക്കെ വാർത്തയായി കണ്ടിരുന്നു. ആ വാടക വീട്ടിലേക്ക് സാധന സാമഗ്രികളെല്ലാം മാറ്റിക്കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയിലാണ് കേന്ദ്രസേന വീട് വളഞ്ഞത്. വീടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരാണ്. പിണറായി വിജയൻ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു വൻ സന്നാഹത്തോടെ കേന്ദ്രസേന എത്തുന്നത്. പിണറായിയുടെ ഗൺമോന്മാർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വീട്ടുജോലിക്കാരൻ വന്ന് വീട് തുറന്നപ്പോൾ അകത്തേക്ക് പ്രവേശിച്ച ഉദ്യോഗസ്ഥർ അവരെ ചോദ്യം ചെയ്യുന്നു. പിണറായി കിടക്കപ്പായിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് മൊബൈൽ ഫോൺ പിടിച്ചെടുത്താണ് നീക്കങ്ങൾ ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഓർക്കണം, വെളുപ്പിനെ എണീറ്റ് ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പാണ് സേന എത്തിയത് എന്ന്. പിണറായി വിജയൻ മാത്രമല്ല, പിണറായിയുടെ ഭാര്യയും മകൾ വീണയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. മാസപ്പടി കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ റെയ്ഡ്. ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ റെയ്ഡ്. രാവിലെ പിണറായിയുടെ വീടടക്കം 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡ് നടന്ന മറ്റൊരിടം പിണറായിയുടെ ധർമ്മടത്തെ, അതായത് പിണറായിയിലെ വീടാണ്. ആ വീട്ടിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് നമുക്കറിയാം. എല്ലാവരും ആ വീടിന്റെ പുറത്തെ ചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ. സഖാക്കൾ പോലും ആ വീടിനുള്ളിലേക്കും ഇടിച്ചു കയറിയിരിക്കുകയാണ് കേന്ദ്രസേനയും ED ഉദ്യോഗസ്ഥരും. വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പില്ല. എന്നാൽ വീടിന്റെ പരിസരത്ത് ഒരു പോലീസ് ജീപ്പ് തന്നെ കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനാക്കി കൊടുത്തിരുന്ന കാവലിന്റെ ചരിത്രമായിരുന്നു കഴിഞ്ഞ 10 വർഷം ആ വീടിന് പറയാനുള്ളത്. അവിടേക്കാണ് കേന്ദ്രസേന ഇടിച്ചു കയറിയത്. ആ വീട്ടിലും റെയ്ഡുകൾ, പരിശോധനകൾ നടക്കുന്നു. പിണറായി വിജയന്റെ മരുമകനും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിന്റെ പിതാവ് റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള വീട്ടിലാണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് താമസിക്കുന്നത്. ആ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. ആ വീട്ടിൽ റിയാസ് ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. റിയാസ് തിരുവനന്തപുരത്തെ വാടക വീട്ടിലാണോ മറ്റെവിടെയെങ്കിലുമാണോ എന്ന് വ്യക്തമല്ല. പിണറായിയെയോ മക്കളെയോ മരുമക്കളെയോ ഭാര്യയോ ഒന്നും ആരും പുറത്ത് കണ്ടിട്ടില്ല. ഒരർത്ഥത്തിൽ പിണറായി വീട്ടുതടങ്കലിൽ തന്നെയാണ്. പിണറായിയുടെയും മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ഫോൺ പിടിച്ചു വാങ്ങിയാണ് അന്വേഷണം നടക്കുന്നത്. പിണറായിയുടെ മകൾ 1.72 കോടി രൂപ മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റി എന്ന് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു. അതിന് പിഴയും അടച്ചു CMRL എന്ന കമ്പനി. കരിമണൽ കർത്തയുടെ CMRL കേരളത്തിന്റെ തീരം മുഴുവൻ കൊള്ളയടിച്ച് കൊഴുത്തു തടിച്ചയാളാണ്. അതിനുവേണ്ടി അദ്ദേഹം സകല രാഷ്ട്രീയക്കാർക്കും മാസപ്പടി കൊടുത്തു. ആ മാസപ്പടി നിയമപരമാക്കാൻ ഇല്ലാത്ത സേവനം ഉണ്ടേ എന്ന് വരുത്തി തീർത്ത് എക്സാലോജിക് എന്ന കമ്പനിയിലൂടെ സാമ്പത്തിക ഇടപാട് നടത്തി. അതിന്റെ നികുതി അടച്ചും GST അടച്ചും അതിനെ സാധൂകരിക്കാനാണ് പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശ്രമിച്ചത്. എന്നാൽ കൈക്കൂലി പണം GST അടച്ചാലും അത് നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ഇങ്ങനെയായത്. കേസിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുക. CMRL എന്ന കരിമണൽ കർത്തയുടെ കമ്പനി പിണറായി വിജയൻ അടക്കം നിരവധി പേർക്ക് മാസപ്പടി കൊടുത്തിട്ടുണ്ട്. ഈ മാസപ്പടിയുടെ മുഴുവൻ വിശദാംശങ്ങളും ആ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തുന്നു.
അവിടെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു മാസപ്പടി ആർക്കൊക്കെയാണെന്ന്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിയമപരമായി കൈക്കൂലി കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു സേവനവും ചെയ്യാതെ എക്സാലോജി കമ്പനി കൃത്യമായി മാസപ്പടി കൈപ്പറ്റിക്കൊണ്ടിരുന്നു. ഈ വിവരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ CMRL പിഴയിടുകയും ആ പിഴ CMRL അടയ്ക്കുകയും ചെയ്തു. അതോടുകൂടി അത് കൈക്കൂലിയാണ് എന്ന് CMRL അംഗീകരിക്കുകയാണ്. തുടർന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് ഇതിൽ ഇടപെടുന്നത്. ഷോൺ ജോർജിന്റെ നിതാന്തമായ പരിശ്രമം കോടതി പോരാട്ടത്തിനെ തുടർന്ന് SFIO കേസെടുക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേസ് ഏറ്റെടുക്കുന്നത്. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള SFIയുടെ അന്വേഷണം അതിശക്തമായി മുമ്പോട്ട് പോകുന്നു. എല്ലാ തെളിവുകളും അവർ കണ്ടെത്തുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി കരിമണൽ കർത്ത സകലർക്കും കൊടുത്തിട്ടുണ്ടെന്നും പിണറായി വിജയൻ അടക്കമുള്ളവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നും പിണറായിയുടെ മകൾ ഈ കൈക്കൂലിയാണ് നിയമപരമായി സേവനത്തിന്റെ ഫീസ് എന്ന നിലയിൽ സേവനം ചെയ്യാതെ വാങ്ങിയതെന്നും കണ്ടെത്തുന്നു. SFI അന്വേഷണം പൂർത്തിയാക്കി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡൽഹി കോടതി സ്റ്റേ ചെയ്യുകയാണ്. അതിനിടയിലാണ് SFIയുടെ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവർക്കെല്ലാം നോട്ടീസ് അയക്കുന്നു. ഈ നോട്ടീസ് റദ്ദാക്കണം, അന്വേഷണമേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് CMRL കേരള ഹൈക്കോടതി സമീപിക്കുന്നു. മാസങ്ങളായി അക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. ഇന്നലെ ആ കേസിൽ തീരുമാനമുണ്ടാകുന്നു. EDക്ക് അന്വേഷണവുമായി മുമ്പോട്ട് പോകാം എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിടുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് റെയ്ഡ് എന്നോർക്കണം. ഒരേ സമയം 12 ഇടങ്ങളിൽ പിണറായിയുടെ 2 വസതിയിലും പിണറായിയുടെ മരുമകന്റെ വസതിയിലും അടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. AKG സെന്ററിലും കയറി കൂടാഴുകയില്ല. കാരണം എക്സാലോജിക്കിന്റെ അഡ്രസ്സായി വെച്ചിരുന്നത് AKG സെന്ററാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം വേണ്ടതുകൊണ്ട് വൈകുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതിനേക്കാൾ ആഹ്ലാദം നൽകുന്ന ഒരു ദിവസം നമുക്ക് വേറെ കിട്ടാനില്ലെന്ന്. ഓർക്കൂ, സ്വർണ്ണക്കടത്ത് കേസ്, കറൻസി കടത്ത് കേസ്, ലൈഫ് മിഷന്റെ പേരിലുള്ള ഫെമ നിയമലംഘന കേസ്, മാസപ്പടി കേസ്, അങ്ങനെ ധാരാളം കേസുകൾ ഉണ്ടായിട്ടും പിണറായിയുടെ ഓഫീസിലോ വീട്ടിലോ കയറാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ധൈര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന ലാവ്ലിൻ കേസ് CBIയുടെ താല്പര്യക്കുറവ് കൊണ്ട് 10 വർഷമായിട്ടും പരിഗണിക്കുക പോലും ചെയ്യാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഞെട്ടുന്നത്. അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞുപോയ പിണറായിയെ കേന്ദ്രവും കൈവിട്ടിരിക്കുന്നു. ഇതുവരെയുള്ള അന്തർധാരകൾ അവർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. അതിശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു. കേരളത്തെ കൊള്ളയടിച്ച് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നാട് നശിപ്പിച്ച് പിണറായി യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പോകുന്നു. ഇത്തരം തിരിച്ചടികൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി തോറ്റിട്ടും തോൽപ്പിച്ചിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നത്. പക്ഷെ അതൊന്നും പിണറായിക്ക് സംരക്ഷണം ഒരുക്കിയിട്ടില്ല. കേന്ദ്രസേന വളഞ്ഞിരിക്കുന്നു. പിണറായിയും പിണറായിയുടെ മരുമകനും മകളും ഒന്നും രക്ഷപ്പെട്ടെന്ന് വരില്ല. ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഷോൺ ജോർജ് പറയുന്നത് കൂടി കേൾക്കുക. കഴിഞ്ഞ 2 വർഷക്കാലമായി പണം കൊണ്ടും അധികാരം കൊണ്ടും പിണറായി വിജയൻ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധിയിലൂടെ EDയുടെ അന്വേഷണത്തിലുള്ള തടസ്സം മാറിയതാണ് ഇപ്പൊ കാണുന്നത്. ഇനിയും തടസ്സങ്ങൾ മാറാനുണ്ട്. വീണ വിജയൻ പ്രതിയായിട്ടുള്ള SFIO കുറ്റപത്രം എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വീണ അതിനകത്ത് 3ാം പ്രതിയാണ്. ആ കുറ്റപത്രവും ഇനി പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കാറുണ്ട്. അതിനും ഡൽഹി ഹൈക്കോടതി സ്റ്റേ മേടിച്ച് വെച്ചേക്കാണ്. അതിന് നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ട്. ജൂലൈ 7 ആ കേസ് വരികയാണ്. അപ്പോ കഴിഞ്ഞ 2 വർഷക്കാലമായി എന്റെ ഊഹിച്ച് 9 കോടി രൂപയാണ് ഡൽഹി ഹൈക്കോടതി, ബാംഗ്ലൂർ ഹൈക്കോടതി, ചെന്നൈ ഹൈക്കോടതി, അതുപോലെ കേരള ഹൈക്കോടതി, അങ്ങനെ 7 കേസുകളാണ് ഇതുവരെ കേസിനെ തടസ്സപ്പെടുത്താൻ പിണറായി വിജയനും CMRലും വീണ വിജയനും അത് സംസ്ഥാന സർക്കാരിന്റെ പണം ഉൾപ്പെടെ ഉപയോഗിച്ച് KSIDCയുടെ എനിക്ക് വന്ന് 1,52 ലക്ഷം രൂപയാണ് KSIDC നമുക്ക് ഈ കേസിനെതിരെ പണം മുടക്കിയത്. അപ്പോ അധികാരവും പണവും ഉപയോഗിച്ച് പിണറായി വിജയൻ വ്യവഹാരത്തിലൂടെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ഓരോന്നോരോന്ന് അഴിഞ്ഞു വരുന്നു. കേസ് മുമ്പോട്ട് പോകും. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും പറയുന്നു. കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്ത പിണറായി വിജയൻ ജയിലിൽ പോകും. പിണറായി വിജയന്റെ മകളും ജയിലിൽ പോകും. ഇവർ രണ്ടുപേരും സെൻട്രൽ ജയിലിലുള്ള വാഗ്ദാനങ്ങളാണ്. ഈ കേസിൽ അവർ പ്രതികളല്ലല്ലോ. അതായത് ഈ SFIO എൻക്വയറി വീണ വിജയൻ 3ാം പ്രതിയാണ്. ആ എൻക്വയറി പ്രകാരമുള്ളതാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ED അന്വേഷണം കയറി വന്നിട്ടുള്ളത്. കാരണം SFIO എൻക്വയറിയിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. യാതൊരു സേവനവും നടക്കാതെ ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയായിട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടാണ്. സേവനം നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കമ്പനി പണം കൊടുക്കണമെന്നാൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രമാണ്. ആ വിഷയമാണ് ഇന്ന് EDയുടെ റെയ്ഡിലൂടെ നമുക്ക് പുറം ലോകം കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ED ആ വിഷയം അന്വേഷിക്കാൻ പോകും. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ വേണേ പ്രതി ചേർക്കാം. EDക്ക് അറസ്റ്റ് ചെയ്യാം. എന്തിനാ പ്രതി ചേർക്കുന്നത്? അറസ്റ്റ് ചെയ്യാമല്ലോ. ശരി ശരി ശരി.